വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിനീസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള വാൻചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് വാനില സ്പഞ്ച് കേക്കാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട മൊത്തം ഞാൻ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര 1/2 കപ്പ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ ബാറ്ററിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ആ ഒരു മോൾഡിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാൻഡും വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 10-15 മിനിറ്റോളം നമ്മുടെ ഈ ഒരു പാത്രം നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കേക്ക് ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റ് കേക്ക് ഫോൾഡ് ചെയ്ത് മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയം ഏകദേശം ഒരു 10-15 മിനിറ്റ് ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആ ഒരു പ്രീഹീറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25-30 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊക്കോ പൗഡറാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുക, ഫ്ലോർ മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിനുശേഷം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും സെയിം റേഷ്യോയിൽ എടുക്കാവുന്നതാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്പഞ്ചായിട്ടുള്ള കേക്കാണ്. അടിപൊളിയായിട്ടാണ് റെഡിയായി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വാനില സ്പഞ്ച് കേക്ക് ബേക്കായി വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്കൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റ് വേണമെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ഒരു 1/4 കപ്പിന് താഴെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിയാണ്. പിന്നെ വിപ്പിംഗ് ക്രീമും ഞാനിവിടെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 2 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വാനില സ്പഞ്ച് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫുള്ള് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടിയിലൊരു പാത്രം കമിഴ്ത്തി വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് പൊക്കിയിട്ട് ഈ ഒരു പ്ലേറ്റിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കേക്ക് ഫുള്ള് കവറാവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചപ്പോൾ ഒന്ന് ഗനാഷ് ഒന്ന് അല്പം തിക്കായിട്ടുണ്ട്. നമുക്ക് ഫുള്ളൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് കവറാവുന്ന അത്രേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗനാഷ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഫുൾ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് എല്ലാം എടുത്ത് വാങ്ങുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ചുമ്മാ ഒരു ടൂത്ത് പിക്ക് വെച്ച് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഈ റിവോൾവിംഗ് സ്റ്റാൻഡിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിത് കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാഞ്ചോ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ടൈം എടുക്കും റെഡിയാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യാതെ ഓടുന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.